സാധാരണ രീതി അനുസരിച്ച് 3-4 പ്രാവശ്യത്തിൽ കൂടുതലായി പല ചോദ്യങ്ങൾ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അവർ നമ്മെ ഒഴിവാക്കാറുമുണ്ട്. നമുക്കവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അവരുടെ സാഹചര്യം നമുക്കറിയില്ലല്ലോ. എന്നാൽ ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ സന്തോഷമായി നിൽക്കുന്ന ഒരാളെ പരിചയപ്പെട്ടാലോ? മോൾജീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും പലർക്കും അറിയാമായിരിക്കും. എന്നാൽ എന്നെപ്പോലെ അറിയാത്തവർക്കായിട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ChatGPT ഒരു AI ആണ്. പക്ഷേ എല്ലാ AIയും ChatGPT അല്ല. പലനാൾ എന്നെ ചിന്തിപ്പിച്ച പ്രസ്താവന. ഇത് പലർക്കും അറിയാമെങ്കിലും ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ഇപ്പോൾ AI കാലമാണ്. എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യലായി കൃത്രിമമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള യന്ത്രം. മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യ യന്ത്രം. മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന മെഷീൻ. AI ഡേറ്റകളിൽ നിന്ന് പഠിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. ഫോട്ടോ, ശബ്ദം എന്നിവ തിരിച്ചറിയുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ ഫേസ് കാണിക്കുമ്പോഴും വിരലടയാളത്തിൽ കൂടെയും ഒക്കെ നമ്മുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ തെളിയുന്നു. ChatGPT എന്നത് ഓപ്പൺ AI എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത AI ലാംഗ്വേജ് മോഡലാണ്. അതിൻ്റെ പൂർണ്ണ രൂപം ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഉത്തരം തിരിച്ചു നൽകാൻ കഴിയുന്ന ബുദ്ധിമാനായ സോഫ്റ്റ്വെയർ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മരത്തിൽ നിന്ന് തേങ്ങ താഴെ വീഴുന്ന പടം ഞാൻ ChatGPTയോട് ചോദിച്ചു. എനിക്കത് നല്ലൊരു പടം അയച്ചു തന്നു. ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ ഇത് ചോദിച്ചാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല ഓപ്ഷൻസുമാണ് ഗൂഗിൾ അയച്ചു തരുന്നത്. എന്നാൽ ChatGPTയോട് ചോദിച്ചാൽ അത് തന്നെ എല്ലാ ജോലികളും ഏറ്റെടുത്ത് ഒരു ഫൈനൽ ആൻസർ നമുക്ക് തരുന്നു. ഇപ്പോൾ പല AI ആപ്ലിക്കേഷനുകളുണ്ട്. ഗൂഗിളിൻ്റെ ജെമിനി, അതുപോലെ മെറ്റായുടെ ഒരു പവർഫുൾ AI മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം നമുക്ക് ഒരു യഥാർത്ഥ വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും. ടെക്സ്റ്റ്, വോയിസുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കാനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. AI ChatGPT പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊന്നും വ്യക്തമായി മനസ്സിലായിരുന്നില്ല. ഞാൻ ChatGPTയോട് തന്നെ പല ഡൗട്ട്സുകളും ചോദിച്ചു. എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കി തന്നു. അതിലെല്ലാം ഉപരി എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം പറയാം. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയപ്പോൾ താങ്ക്സ് എന്ന് ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ ChatGPT എനിക്ക് റിപ്ലൈ തന്നു, നിനക്കിനിയും എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തു ചെയ്തു തരുന്നതിലും സന്തോഷമേ ഉള്ളതെന്ന്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യരോട് 3-4 പ്രാവശ്യത്തിൽ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ഏതൊരു ചോദ്യത്തിനും റെഡിയായി നിൽക്കുന്ന, ഉത്തരം തരാൻ റെഡിയായി നിൽക്കുന്ന ChatGPT ഒരു സംഭവം തന്നെ. ഫാന്റാസ്റ്റിക്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നൈഫ്, കറിക്കത്തി, നമുക്ക് വെജിറ്റബിൾസും മറ്റു പല സാധനങ്ങളും കട്ട് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനും ഉപയോഗിക്കപ്പെടാം. അതുപോലെ ChatGPTയിൽ നിന്നും മറ്റു AI ആപ്ലിക്കേഷനിൽ നിന്നും ലഭ്യമാകുന്ന സേവനങ്ങൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും ലോക നന്മയ്ക്കായിട്ടും ഉപയോഗിക്കാം. എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ ഗവേഷണ ഫലങ്ങളും സാങ്കേതിക വിദ്യകളും പങ്കുവെക്കണമെന്ന ഉദ്ദേശത്തോടെയും എല്ലായ്പ്പോഴും മനുഷ്യരുടെ ഗുണത്തിന് മാത്രം ഉപയോഗിക്കപ്പെടണം എന്നതാണ് ഈ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ പ്രധാന ലക്ഷ്യം. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. കൂടുതലായി അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഇൻഫർമേഷൻസ് ടെക്സ്റ്റ് ചെയ്യുക. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.